അതെ, നിങ്ങൾക്കൊക്കെ തമാശ കേട്ട് ചിരിക്കാൻ ഇഷ്ടമല്ലേ? എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് നല്ല തമാശകൾ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല തമാശകൾ പറഞ്ഞ് നമ്മളെയൊക്കെ ചിരിപ്പിച്ച് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്, നമ്മുടെ സ്വന്തം അഖിലേട്ടൻ, കുട്ടി അഖിൽ. ഹായ്. അപ്പോൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നതിന് കാരണം മന്ദാകിനി ആയിരിക്കും. അപ്പോൾ എന്താണ് ആ ഒരു സന്തോഷം പങ്കിടുള്ളത്? അല്ല, വലിയ സന്തോഷത്തിലാണ്. കാര്യം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്നു, അത് ഒരുപാട് പേര് കാണുന്നു, ഹൗസ്ഫുൾ ഷോസ് ഒരുപാട് നടക്കുന്നു, കണ്ടിട്ട് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ വിളിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ പറയാതെ എൻ്റെ കൂട്ടുകാരന്മാർ ഞാൻ അഭിനയിച്ചൊരു സിനിമ കാണുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ സന്തോഷം. പിന്നെ എല്ലാവരും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു, നിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു, പിന്നെ ചിരിച്ചു എന്നൊക്കെ പറയുന്നു. പിന്നെ തിയേറ്ററിലൊക്കെ പോയിരുന്നിട്ട് ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ അവർ നമ്മളത് പറയുന്ന തമാശയ്ക്ക് കൈയടിച്ച് ചിരിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. സ്റ്റേജിൽ തമാശ പറയുമ്പോൾ സ്പോട്ടിൽ ചിരി, അതുപോലെ തിയേറ്ററിൽ അതൊക്കെ ആദ്യത്തെ അനുഭവമാട്ടെ. അപ്പം അതുകൊണ്ട് ഉള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും, അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻജോയ് ചെയ്ത് അനുഭവിച്ച് നിൽക്കുന്ന ഒരു ഫീലിലല്ലേ നിൽക്കുന്നത്? ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ പരിപാടി എന്താന്നുള്ളത് അനുഭവിക്കണം ഇപ്പോഴാണ്, സത്യമായിട്ട് പറഞ്ഞു. ഇപ്പം ഞാനും കുറേ സിനിമകൾ കണ്ടിട്ട് കൂട്ടുകാരോട് പറയാറുണ്ട്, എടാ മറ്റേ പടം പോയി കാണുന്നത് നല്ല പടമാണ്, ഗംഭീര പടമാണ്, പോയി കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ അഭിനയിച്ചൊരു സിനിമ കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞ് പടം കാണാമെന്നൊരു സംഭവമുണ്ട്. അപ്പം മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വർക്കായ പടമാണ് മന്ദാകിനി. ആൾക്കാർ കണ്ടിട്ട് ആദ്യത്തെ ഒരു 3-4 ദിവസത്തിൽ കണ്ട ആൾക്കാർ മറ്റുള്ളവർ പറഞ്ഞാണ് ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ടും ഒക്കെ ഷോ പോണത്. 100 തിയേറ്ററിലോട്ടൊക്കെ സിനിമ എത്തിയത് അതുകൊണ്ടാണ്. ഇല്ലാതിരുന്ന സിനിമ, നമ്മുടെ പടം റിലീസ് ഇല്ലാതിരുന്ന കുറേ തിയേറ്ററുകളിൽ ഇപ്പം പടം വന്നിട്ടുണ്ട്. അപ്പം അത് മൗത്ത് പബ്ലിസിറ്റിയുടെ ആണ്. ഇപ്പോൾ അഖിലേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര കോമഡിയാണ്, തമാശയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ശരിക്കും വീട്ടിലും അങ്ങനെ തന്നെയാണോ? എപ്പോഴും കൂളായി ഇത്ര ചില്ലായി തമാശയൊക്കെ പറഞ്ഞ്? ശരിക്കും അമ്മേനോടൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ അമ്മ എല്ലാത്ത സ്ഥിതിക്ക് അഖിലേട്ടൻ തന്നെ പറ. ഞാൻ അല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ, അതോ സീരിയസ് ആണോ വീട്ടിൽ? സീരിയസ് വല്ല തമാശയല്ല, ഒരു സെൻറ്റർ ഇത് ന്യൂട്രലാണ്. എപ്പോഴും തമാശയൊന്നുമില്ല, ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ ഈ സിറ്റുവേഷണൽ കോമഡിയും ഈ ഒരു തഗ്ഗുകളൊക്കെ, കാരണം നേരത്തെ എനിക്ക് കിട്ടി, നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ചോദിക്കാം, ഈ തഗ്ഗുകളൊക്കെ എവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്? അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നല്ലത് അല്ല, അതെനിക്ക് അറിയില്ല കേട്ടോ സത്യം. അല്ല, ഈ സ്പോട്ടിൽ ഇങ്ങനെ തരാൻ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അതൊക്കെ അങ്ങനെ വരും, ചില സമയത്ത് വരുന്നത്, അല്ലാതെ ഇത് എനിക്കറിയില്ല ഇങ്ങനെ സംഭവം. എന്തായാലും കിട്ടുന്നവർക്ക് സൂപ്പറാ. ഈ കോമഡി ഒക്കെ പറയുന്നവരെ പൊതുവെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയപ്പെടുന്നത്. സത്യമാണ്, കോമഡി നമുക്ക് ചിരിപ്പിക്കുന്നവരൊക്കെ. അപ്പൊ ഈ കോളേജ് ലൈഫിലൊക്കെ എങ്ങനെ ഈ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ? രണ്ടും കൂട്ടിക്കോ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങോട്ടാണ്, പക്ഷെ ഇപ്പൊ അങ്ങോട്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടും പറഞ്ഞു. വർക്കൗട്ടായോ? വർക്കൗട്ടായിട്ടുണ്ട്. ഇങ്ങോട്ടുള്ളതോ? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റാറായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോമഡി പറയണ എല്ലാവർക്കും ഇഷ്ടാവും കാര്യങ്ങളോ. അപ്പൊ ഇങ്ങോട്ട് പ്രപ്പോസൽസ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത്? ഓവർ വിനയത്തെ കാണിച്ചിട്ടില്ല, ഇങ്ങോട്ട് വന്നില്ല എന്ന് കള്ളം പറയുന്നില്ല, പറയാൻ പറ്റാത്തോണ്ട അല്ല, പറയുന്നില്ല, ഇങ്ങോട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. വന്നവരൊക്കെ നിരാശപ്പെടുത്തി വിട്ടോ? അല്ല, എനിക്ക് അങ്ങനെ അപ്പൊ നമ്മളടുത്ത് അങ്ങനെ അവരെ നിരാശപ്പെടുത്തുന്നതല്ല, നമുക്ക് തോന്നണ്ടേ എന്നൊരു പരിപാടി ഉണ്ടല്ലോ, നമുക്കൂടെ തോന്നണ്ടേ. അപ്പൊ അങ്ങനെ അതൊക്കെ ഫാൻസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ ആ ഒരു സമയത്ത്. ആരും അങ്ങനെ, അത് തെറ്റല്ലല്ലോ, അത് ഒരിക്കലല്ല തോന്നുന്നത്, അത് തെറ്റായ കാര്യമൊന്നും അല്ല. തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കാർക്കും വിഷമമില്ല. നമ്മളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയും. ഇപ്പൊ വെറുതെ നമ്മളത് ഒരു ഫേക്ക് പരിപാടി കളിച്ചിട്ട് കാര്യമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് പോയിട്ട് ഉള്ള ഒരു ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള് ആരാ? സൂരജ്, സുചിത്ര രണ്ടുപേരുമാണ് അവിടുന്ന് കിട്ടിയത്. അതായത് എപ്പോഴും ഉള്ളത്, അതിനകത്തുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം എൻ്റെ വീട് പാലിയാറ്റിന്റെ വീഡിയോ ഉണ്ട്, അറിയാം, എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. വളരെ ചുരുക്കം പേര് അവർ വരാതിരുന്നതല്ല, അവരുടെ അത്രയും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് വരാത്തവരുള്ളൂ. അപ്പം എന്നോട് ആർക്കും അങ്ങനെ വീട്ടിൽ അങ്ങനെ ദേഷ്യ വൈരാഗ്യമുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ എല്ലാവരും വെറുപ്പിക്കുക അങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ല. എനിക്കും അങ്ങനെ ആരോടും ചില സ്ഥലത്ത് സൈലന്റ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ്
ആരും വെറുപ്പിക്കാതെ അങ്ങനെ പോവുമായിരുന്നല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും ആരോടും വലിയ ദേഷ്യ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഗ്രൂപ്പുണ്ട്, വാട്സപ്പിലുണ്ട്. അതിൽ ഭയങ്കര ആക്റ്റീവായ ആൾക്കാരിൽ ഒരാളാണ് ഞാനും എപ്പോഴും മെസ്സേജൊക്കെ ഇടും. പിന്നെ ഇവർ സൂരജും സുചിത്രയാണെങ്കിൽ എപ്പോഴും നമ്മൾ കോൺടാക്റ്റ് ഉള്ള ആൾക്കാരെ, എപ്പോഴും വിളിക്കും, എപ്പോഴും സംസാരിക്കും. അങ്ങനെ ഉണ്ടാവുക അവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും വിളിക്കും, സംസാരിക്കുകയും ചെയ്യുന്നത്, കാണുകയും ചെയ്യുന്നത്. ഇടയ്ക്ക് 3 പേരും തമ്മിൽ എപ്പോഴും ഒന്നിൽ സൂരജ് ട്രിവാൻഡ്രത്ത് വരുമ്പോഴോ, അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ അവള് കൊച്ചിക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് 3 പേരും. ഇപ്പൊ ഈ ബിഗ് ബോസിൽ തന്നെ സോഷ്യൽ മീഡിയക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 പേരുണ്ട്. അവരോടുള്ള സൗഹൃദം എങ്ങനെ? നമ്മളെ റോബിൻ ചേട്ടനായാലും അല്ലെങ്കിൽ അഖിൽമാരായാലും സൗഹൃദം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടോ? റോബിനുമായിട്ട് സത്യം കോൺടാക്ട് ഇല്ല. ആ ഇറങ്ങിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ചിരുന്നു, 1-2 വട്ടം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്പർ ചേഞ്ച് ആയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ആ നമ്പറിൽ കിട്ടിയിട്ടില്ല. പിന്നെ അഖിൽമാരാറെ സംബന്ധിച്ചിട്ട് അത് ഇതുപോലെ തന്നെയാണ്. ബിഗ് ബോസ് അവരുടെ സീസൺ കഴിഞ്ഞ് നമ്മൾ ഏഷ്യാനിലൊരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സീസണിൽ നിന്നും കുറച്ച് പേരെ വെച്ചിട്ടൊരു ഓണം സ്പെഷ്യലോ അങ്ങനെ എന്തോ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അന്ന് മീറ്റ് ചെയ്തതാണ്. പിന്നെ അങ്ങനെ വന്നിട്ട് ഏഷ്യാനിൻ്റെ കുറച്ച് പരിപാടികൾക്ക് മീറ്റ് ചെയ്തിട്ടുള്ളൊരു സൗഹൃദമുള്ളൂ. അല്ലാതെ ഇവരൊന്നും അങ്ങനെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി പുതിയ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ, പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഓണായോ? ലേറ്റസ്റ്റ് വിശേഷങ്ങൾ സത്യം തന്നെ പറയാറായിട്ടില്ല. വഴിയറിയും. അതിൻ്റെ നമുക്കത് നമ്മളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ള 1-2 പരിപാടികളുണ്ട്. ഉണ്ടാവട്ടെ, വിശേഷം പറയാനുള്ള വകുപ്പ് ഉണ്ടാവട്ടെ. അത് ഇതുപോലെ വിശേഷം ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നിരുന്ന് വീണ്ടും പറയാം. തീർച്ചയായിട്ടും ഞാൻ വിളിക്കും. ഇത് മറ്റേ കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പെണ്ണിൻ്റെ കുറച്ചാളൊക്കെ കഴിയുമ്പം ചോദിക്കൂല ഇങ്ങനെ പെണ്ണിനെ കാണുമ്പോ അതുപോലെ സംഭവം അല്ലേ? ഇത് വിശേഷം ആയില്ലേ? അപ്പോഴത്തേക്ക് ഈ പെണ്ണ്, ഈ കല്യാണ പെണ്ണിന്റെ നോട്ടം ഉണ്ട്, ഈ പയ്യനൊരു നോട്ടം ഉണ്ട്. അപ്പൊ അവനെന്തോ തെറ്റ് ചെയ്തു അല്ലേ? മതി, എനിക്ക് മനസ്സിലായി. ഇതാ ഞാൻ പറഞ്ഞത്, കൂടെ ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് കിട്ടും. അപ്പൊ ഒന്നുമില്ലേ പറയാൻ? പുതിയ വിശേഷം ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ബിഗ് ബോസിന്റെ ഫിനാലേക്ക് പോകുന്നുണ്ട്. അത് പറ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അപ്പൊ ബിഗ് ബോസിന്റെ ഫിനാലേക്ക് പോകുന്നുണ്ട്. അവിടെ പെർഫോമൻസ് ഉണ്ട്. പോവുക, പെർഫോം ചെയ്യുക, പൈസ വാങ്ങാൻ, തിരിച്ചു വരിക. അപ്പൊ അത് എഴുത്തുപുരയിലാണ് അതിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അവിടുന്ന് വന്നത്. അപ്പോൾ വീണ്ടും പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള ഒരു വെടിക്കെട്ട് ഐറ്റം തയ്യാറാക്കുന്ന തിരക്കിലാണ്. വർക്കൗട്ട് ആവട്ടെ അല്ലേ? ആവാതെ എവിടെ പോവാൻ? അവരെ തന്നെ സീസൺ 6 തന്നെ കണ്ടസ്റ്റൻസിനെയൊക്കെ ട്രോളുന്ന പരിപാടിയാണ്. അല്ല, ട്രോളാൻ പിന്നെ നമുക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അവിടെ അത് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും കാണിച്ചിട്ടല്ലേ അവരെ ബിഗ് ബോസിന്റെ പരിപാടിക്ക് പോകുമ്പോൾ ബിഗ് ബോസിന്റെ എന്തെങ്കിലും ചെയ്തിട്ടില്ലേ കാര്യമുള്ളൂ. ഞാൻ കാര്യം ചോദിച്ചാൽ ചെയ്യോ ഒരൈറ്റം? മിമിക്രിയാണോ? അത് ഇഷ്ടമാണ്. ആരുടെങ്കിലും ഒരു സൗണ്ട് എന്തെങ്കിലും എന്തറിയോ? ഒന്നാമത്തെ കാര്യത്തില് ഞാൻ ഈ അനുകരണം എന്ന് പറയുന്ന പരിപാടിയിൽ ഇതായിട്ടുള്ള ഒരാളല്ല. ഞാൻ ഈ സ്കിറ്റ് പരിപാടിയാണ് എൻ്റെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊക്കെയാണ് ചെയ്ത് വന്നിട്ടുള്ളത്. ഞാൻ മിമിക്രിയിലൊക്കെ വരുന്ന സമയത്ത് ഈ സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം ഇതൊക്കെ കുറച്ച് ട്രെൻഡ് അല്ലാത്തൊരു സമയത്താണ് ഞാൻ വന്നത്. അപ്പം അന്ന് സ്റ്റേജ് ഷോയ്ക്കൊന്നും സിനിമാ താരങ്ങൾ ഇപ്പോഴാണ് ഈ കോമഡി ഉത്സവം പോലുള്ള പരിപാടിയൊക്കെ വന്നതിന് ശേഷമാണ് ഈ വീണ്ടും ഈ ശബ്ദാനുകരണത്തിന് ഭയങ്കര ഒരു വാല്യൂ വീണ്ടും കിട്ടി തുടങ്ങിയത്. അന്നതില്ല. എന്തായിരുന്നു വാല്യൂ? അന്ന് സ്കിറ്റ്, അന്നും ഇന്നും സ്കിറ്റില്ലേ? സ്കിറ്റ് ഉണ്ട്, അല്ലാതെ മിമിക്രിയിൽ സ്കിറ്റാണ് അന്ന് ഞാൻ ചെയ്തത്. അന്ന് ഫിഗർ ചെയ്യുമായിരുന്നു ഞാൻ. പഴയ ആലിമുടൻ, പിന്നെ ആദ്യത്തെ മറ്റേ സിനിമയിൽ പഴയ റഹ്മാനില്ലേ, തലയിൽ റിബണൊക്കെ കെട്ടിയിട്ട് ആ റഹ്മാൻ ഞാൻ ചെയ്തോണ്ടിരുന്ന. പിന്നെ ദേവദൂതനിലെ വിനീത് കുമാറില്ലേ, പൂച്ചക്കണ വെച്ച് അത്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഫിഗറൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തത്. ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല, ഇല്ലാത്തത് ക്ഷാമം. അഖിലേട്ടൻ നീ എന്ത് പ്രതീക്ഷിച്ചില്ല. അറിയാൻ പാടില്ലാത്തവരെ ഞാൻ ചെയ്യൂല. ഇതിപ്പോ എന്റെ അടുത്ത് പാട്ട് പാടാൻ പറയുമ്പോൾ ആയിപ്പോയി. അല്ല, പാട്ട് പാടാൻ പറയുമ്പോൾ ആയിപ്പോയി, അതറിയില്ലല്ലോ. നിർത്തി. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഇനി പുതിയ പ്രൊജക്ടുകൾ സെറ്റായി വരട്ടെ, മന്ദാകിനി പോലെ. വീണ്ടും ഞാൻ ഇതുവരെ കൊല്ലാൻ വിളിച്ചിരുത്തട്ടെ. ഞാൻ ഇനി വിശേഷം ചോദിക്കുന്ന പരിപാടിയും നിർത്തി. ആവുമ്പോ പറഞ്ഞാൽ മതി.